ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം. ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രൗഡകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത വിചാര പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് 30ാമത്തെ എപ്പിസോഡാണ് തോന്നുന്നു. നാരായണ. രണ്ടാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിക്കാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യം, ഭഗവത്ഗീതയ്ക്കുള്ള ഭാഷ്യം ആരംഭിക്കുന്ന ഉപോദ്ഘാതം, ഒരു പ്രവേശിക, അത് കാണുകയായിരുന്നു. അതിലെ ഏതാനും വാചകങ്ങൾ നമ്മൾ കണ്ടു. തുടർന്ന് കുറച്ചുകൂടെ കാണാനുണ്ട്. അതിൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീത പ്രോപ്പർ രണ്ടാം അധ്യായത്തിലെ 11ാം ശ്ലോകം മുതൽക്ക് ഭഗവാൻ ഉപദേശിക്കുന്ന ഗീത അത് കാണാം. അതിൽ നമുക്ക് ആചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായങ്ങൾ അവിടെ കണ്ടുകൊണ്ടു പോകാം.
നാരായണ. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ. 2-ാം അധ്യായം സാഖ്യയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത ദ്വിതീയോऽധ്യായः. സാഖ്യയോഗः. സഞ്ജയ ഉവാച. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച. കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂതന. ഗുരൂൻ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യച്ഛ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ഭഗവത്ഗീത ശങ്കരഭാഷ്യം ഉപോദ്ഘാതം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നാരായണഃ പരോ വ്യക്താത് അണ്ഡമവ്യക്തസംഭവം അണ്ഡസ്യാന്തസ്തി മേ ലോകാഃ സപ്തദ്വീപാ ച മേദിനീ. സ ഭഗവാൻ സൃഷ്ട്വാ ഇദം ജഗത് തസ്യ ച സ്ഥിതിം ചികീർഷുഃ. മരീച്യാദീനഗ്രേ സൃഷ്ട്വാ പ്രജാപതീൻ പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം. തതഃ അന്യാൻ ച സനകസനന്ദനാദീൻ ഉൽപാദ്യ നിവൃത്തിലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹയാമാസ. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മഃ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച. ജഗതഃ സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാദ് അഭ്യുദയ നിശ്രേയസ ഹേതുഃ യഃ സഹ ധർമ്മോ ബ്രാഹ്മണാദ്യൈർവർണ്ണിഭിഃ ആശ്രമിഭിശ്ച ശ്രേയോർത്തിഭിഃ അനുഷ്ഠീയമാനഃ. ദീർഘേണ കാലേന അനുഷ്ഠാതॄണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവർദ്ധമാനേ ച അധർമ്മേ ജഗതഃ സ്ഥിതിം പരിപിപാലയിഷുഃ. സ ആദികർത്ത നാരായണാഖ്യോ വിഷ്ണുഃ. ഭൗമസ്യ ബ്രഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാത് അംശേന കൃഷ്ണഃ കില സംബഭൂവ. ബ്രാഹ്മണത്വസ്യ ഹി രക്ഷണേന രക്ഷിതഃ സ്യാത് വൈദികോ ധർമ്മഃ തദധീനത്വാത് വർണ്ണാശ്രമഭേദാനാം.
ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം തോന്നും. അത്ര വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. ഞാൻ പറയുകയും ചെയ്തു ഒരുവിധം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ ഇതിൻ്റെ സ്ഥിതിയെ ഇച്ഛിച്ചുകൊണ്ട് രണ്ടു തരം വ്യവസ്ഥകൾ ഇവിടെ അദ്ദേഹം നിർമ്മിച്ചു. രണ്ടു ജീവിത പദ്ധതികൾ, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും. ആ പ്രവൃത്തി ലക്ഷണത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിക്കൊണ്ട് മരീചി മുതലായ പ്രജാപതിമാരിലൂടെ ആ വേദോക്തമായ പ്രവൃത്തിധർമ്മത്തെ അദ്ദേഹം ലോകത്തിൽ മാതൃക കാണിച്ചു കൊടുത്തു. സനകാദികളെ സൃഷ്ടിച്ച് അവരിലൂടെ നിവൃത്തി ലക്ഷണവും കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ളതായിട്ടുള്ള ശങ്കയുണ്ട്, താടിക്കാരെല്ലാവരും സന്യാസിമാരാണ് എന്ന്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കുറേ താടിക്കാരുണ്ട്. വ്യാസനും വസിഷ്ഠനും വിശ്വാമിത്രനും ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സന്യാസിമാരാണെന്നാണ് എല്ലാവരുടെയും കുറേ ആളുകളുടെ ധാരണ. മനസ്സിലാക്കുക, എല്ലാ താടിക്കാരും സന്യാസിമാരല്ല. അതിൽ പ്രാജാപത്യം എന്നുള്ളതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുന്ന പ്രജാപതികളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് വസിഷ്ഠൻ മുതലായിട്ടുള്ള പ്രജാപതിമാർ. പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, അങ്കിരസ്, കർദമൻ, കശ്യപൻ, മരീചി ഇവരൊക്കെ പ്രജാപതിമാരാണ്. ദക്ഷനും പ്രജാപതിമാരിൽ ഒരാളാണ്. അപ്പൊ ഈ പ്രജാപതിമാര് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണ്. ഗൃഹസ്ഥാശ്രമത്തിലൂടെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഇന്നത്തെ ലോകത്തുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നത്. അപ്പൊ ഗൃഹസ്ഥ ജീവിതവും ഒരു ആശ്രമ ജീവിതം തന്നെയാണ്. ഇവിടെ ആശ്രമം എന്നാണ് പറയുന്നത്. ആശ്രമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതെങ്കിലും കെട്ടിടം എന്നല്ല. ആസമന്താത് ശ്രമഃ, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനുള്ള ശ്രമം? ജീവിത ലക്ഷ്യപ്രാപ്തിക്കുള്ള ശ്രമം. മനുഷ്യ ജീവിതം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്, ഈശ്വരപ്രാപ്തിയാണ്. അവനവൻ്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ നേരായ രീതിയിൽ അറിഞ്ഞ് അതിൻ്റെ നിഷ്ഠയിൽ ഇരിക്കലാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ അവസ്ഥയെ പ്രാപിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ എങ്ങനെയൊക്കെയോ ജീവിച്ച് ഏതൊക്കെയോ ജന്തുക്കളായോ മനുഷ്യരായോ ദേവന്മാരായോ അസുരന്മാരായോ ഒക്കെ ജീവിച്ച് കുറേ വാസനകൾ സംസ്കാരങ്ങൾ ആർജിച്ച് ആ നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് ഒരുപാട് അകലം വന്നു ദൂരേക്ക് പതിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വരൂപം ആനന്ദ സ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, അതിൽ നിന്ന് പതിച്ചിരിക്കുന്നു. ആ സ്വരൂപത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുന്നുള്ളൂ. കാരണം സ്വസ്ഥത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വസ്മിൻ സ്ഥിതിയാണ്. അവനവന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നതാണ് സ്വസ്ഥത. അപ്പോൾ സ്വന്തം സ്വരൂപത്തിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ, കാരണം ആ സ്വരൂപം പൂർണ്ണമാണ്, അത് പൂർണ്ണമാണ്, ആനന്ദമാണ്. അതിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ നമുക്ക് സ്വൈരം അഥവാ സ്വസ്ഥത, ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് സാധിക്കുന്നത് ഈ വിവേകബുദ്ധിയുള്ള മനുഷ്യജന്മം കൊണ്ടാണ്. ബാക്കിയുള്ള ജന്മങ്ങളൊക്കെ വിവേകരഹിതമായിട്ടുള്ള ഭോഗഭൂമികകളാണ്. അവിടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യ ജീവിതത്തിലാണ് കർമ്മഫലം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കർമ്മങ്ങൾ ചെയ്യാനും വേണമെങ്കിൽ കർമ്മവാസനകൾ ഉണ്ടാക്കാനും
അല്ലെങ്കിൽ പഴയ കർമ്മങ്ങളെ ക്ഷയിപ്പിച്ച്, അതുപോലെ ജ്ഞാനം സമ്പാദിച്ച് കർമ്മങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാനും കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനും അതുപോലെ ആത്മജ്ഞാനം സമ്പാദിച്ച് അവനവന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയുന്നത് ഈ മനുഷ്യജന്മം കൊണ്ടാണ്. അപ്പൊ മനുഷ്യജന്മത്തെ ഒരു ശ്രമം ആക്കി മാറ്റണം. എന്തിനുള്ള ശ്രമം? സ്വരൂപത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമം. ഒരു മടക്കയാത്രയാണ് മനുഷ്യജന്മം. എവിടേക്ക്? നമ്മുടെ വന്നിടത്തേക്ക്, വൈകുണ്ഠത്തിലേക്ക്. നമ്മളൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നവരാ. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും ഈസിയായി മനസ്സിലാവുക. അതിനുവേണ്ടി പറയാം. നമ്മളൊക്കെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നവരാ എന്ന് വെച്ചാൽ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് വന്നവരാ. അവിടുന്ന് അജ്ഞാനം കൊണ്ട് വഴുക്കി വീണവരാ. വഴുക്കി വീണ് നമ്മൾ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ മനുഷ്യജന്മം. ഈ ചെളിക്കുണ്ടിൽ നിന്ന് തിരിച്ചു കയറാനുള്ളതായിട്ടുള്ള ഒരു പിടിവള്ളിയാണ് ഈ മനുഷ്യജന്മം. നമ്മുടെ വീണിടത്തേക്ക്, അല്ലെങ്കിൽ എവിടുന്ന് വീണുവോ ആ സ്വരൂപത്തിലേക്ക് മടങ്ങാൻ ഉള്ള ഒരു ചാൻസാണ് ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യജന്മം. അപ്പൊ ഇതിൽ എപ്പോഴും ശ്രമം ചെയ്യണമെന്ന് സൂചിപ്പിക്കാനാണ് ആശ്രമം എന്ന വാക്ക്. ആശ്രമം എന്നാൽ ആസമന്താത് ശ്രമഃ, ഓൾവേസ് ട്രൈയിങ്. ഓൾവേസ് ട്രൈയിങ് എന്തിന്? ടു ഗോ ബാക്ക്. അവനവന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ വഴുക്കി വീഴുന്നുണ്ട്. എങ്കിലും മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്ക് നമുക്ക് വിവേകം നിലനിർത്തിയാൽ, ജാഗ്രത നിലനിർത്തിയാൽ വീണാലും പിന്നെയും എണീച്ച് തിരിച്ചു പോകാം. എത്ര പ്രാവശ്യം വീണാലും വീണടത്ത് കിടക്കാതെ തിരിച്ച് കയറാൻ ശ്രമിക്കാം. നമുക്ക് വിജയിക്കാതിരിക്കില്ല. എത്ര വീണാലും പിന്നെയും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു കയറും. വന്നിടത്തേക്ക് തന്നെ തിരിച്ചു കയറും. അപ്പൊ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബ്രഹ്മചര്യം, ആശ്രമം എന്ന് പറയുന്നതിലൂടെ. ബ്രഹ്മചര്യം എന്നുള്ളത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അവിടെയും ഈ ശ്രമം ആരംഭിക്കണം. ഗൃഹസ്ഥ ജീവിതം എന്നുള്ളത് നമ്മുടെ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സുകളെ ജയിക്കാൻ ഉള്ള അവസരമാണ്. തിരിച്ച് കയറാനുള്ള ഓർമ്മ വെക്കണം. തിരിച്ചു പോകാനുള്ളതാണെന്നുള്ള ഓർമ്മ വെച്ചുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന ചെളിക്കുണ്ടിൽ കളിക്കാം. മുകളിലേക്കുള്ള പിടി വിടാൻ പാടുള്ളതല്ല. ഒരു ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആഴമേറിയ ചെളിക്കുണ്ടാണെങ്കിൽ അതിൽ താഴ്ന്നു പോകാതിരിക്കാൻ കരയിൽ നിന്നൊരു കയറ് കെട്ടി അതിൽ പിടുത്തം വേണം. ചെളിക്കുണ്ടിൽ മുങ്ങിയതായിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരാളും ഒരു ബന്ധവും, കരയിലോട്ടൊരു ബന്ധവും ഇല്ലാതെ ഇറങ്ങിയാൽ അയാൾ എത്ര ശക്തനാണെങ്കിലും എന്തെല്ലാം വൈദഗ്ധ്യം അയാൾക്കുണ്ടെങ്കിലും, നീന്തൽ വിദഗ്ധനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അത്ലറ്റ് ആയിക്കോട്ടെ, എത്ര ഉയരത്തിൽ ചാടാൻ കഴിവുള്ളവനോ ഓടാൻ കഴിവുള്ളവനോ എത്ര ഭാരം ചുമക്കാൻ കഴിവുള്ളവനോ എന്ത് കഴിവുള്ളവനോ ആയിക്കോട്ടെ, ഒരു ചെളിക്കുണ്ടിൽ ഇറങ്ങിയാൽ കയറാൻ ആർക്കും സാധിക്കില്ല. ഒരു മാർഷൽ ലാൻഡാണെങ്കിൽ, ഒരു ചതുപ്പ് നിലമാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ ആർക്കും തിരിച്ചു കയറാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ എന്ത് വേണം? അങ്ങനെ ഇറങ്ങുമ്പോൾ കരയിൽ നിന്നൊരു പിടുത്തം വേണം. കരയിലേക്ക് നല്ല ബലമുള്ളതായിട്ടൊരു വടം കെട്ടി ആ വടം തൻ്റെ അരയിലോ എവിടെയെങ്കിലും തൻ്റെ കയ്യിലോ പിടിച്ചുകൊണ്ട് വേണം ഈ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങാൻ. അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാള്, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ഒരാള് കരയിലേക്ക് ഒരു പിടുത്തം വേണം. ആരാ കര? തിരിച്ചു കയറണമെങ്കിൽ ഈ കയറുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാവണം. ഈ കയറ് ദുർബലമാണെങ്കിൽ അറ്റുപോകും. അപ്പൊ ഈ കയറിനെ ദൃഢപ്പെടുത്തുകയും വേണം. നല്ല ബലമുള്ള കയറാക്കണം. ആണ് ദൃഢമായിട്ടുള്ള ഭക്തി, ദൃഢമായിട്ടുള്ള ധർമാനുഷ്ഠാനം. ഇതൊന്നും ഇല്ലെങ്കിൽ ചെളിക്കുണ്ടിൽ ആണ്ടുപോകും. മനുഷ്യജന്മം പാഴായി പോകും. കര കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ആശ്രമം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആശ്രമം?
ശ്രമം ചെയ്യുമ്പോഴേ ആശ്രമം ആവുള്ളൂ കേട്ടോ. വെറുതെ ഗൃഹത്തിലിരുന്നാൽ ഒരാൾ ഗൃഹസ്ഥാശ്രമി ആവില്ല. ഈ ബന്ധമുണ്ടാവണം, ഈ കയർ കെട്ടിയിട്ടുണ്ടാവണം. ഈശ്വരനുമായിട്ടുള്ള ബന്ധമുള്ള ഒരാളെ മാത്രമേ ഗൃഹസ്ഥാശ്രമി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിയവാസം ചെയ്തുകൊണ്ട് ഗൃഹത്തിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഗൃഹസ്ഥാശ്രമി ആവില്ല. അപ്പൊ ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന കയറാണ് നമ്മുടെ സ്വധർമ്മ അനുഷ്ഠാനവും ഈശ്വര ഭക്തിയും ഈശ്വര സ്മരണയും, ഈശ്വരന് വേണ്ടി ചെയ്യുന്ന, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ദേവയജ്ഞങ്ങളാവട്ടെ അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ തന്നെ, നാമജപങ്ങളോ പുരാണ പാരായണങ്ങളോ സ്വാധ്യായങ്ങളോ എല്ലാം തന്നെ ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. ഈ ചരടിനെ ബലപ്പെടുത്തുന്നതാണ്. നമുക്ക് തിരിച്ച് കരയ്ക്ക് കയറാനുള്ള ദൂരം കുറയ്ക്കാനും ഈ കയറിന് ശക്തി കൂട്ടാനുമുള്ളതായിട്ടുള്ള പ്രയത്നമാണ്. അപ്പോൾ ആ ജീവിതം നമുക്ക് മാതൃക കാണിച്ചു തരാനുള്ളവരാണ് ഈ താടിക്കാര്, ഈ വസിഷ്ഠനും അതുപോലെ എന്താ പറയുക അത്രിയും പുലഹനും പുലസ്ത്യനും അതുപോലെ ഗൃഹസ്ഥന്മാരായിട്ടുള്ള പുരാണങ്ങളിലുള്ളതായിട്ടുള്ള താടിക്കാർ. ബാക്കി ഗൃഹസ്ഥന്മാരല്ലാത്ത താടിക്കാരും താടിയില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ സനകാദികൾക്കൊന്നും താടിയില്ല, കാരണം അവര് എന്നും 5 വയസ്സുള്ള ബാലന്മാരാണ്. പരശുരാമനെ പോലെ വിശ്വാമിത്രനെ പോലെ താടിക്കാരുമുണ്ട്, ദുർവാസാവിനെ പോലെ താടിക്കാരുമുണ്ട്. അവരൊന്നും ഗൃഹസ്ഥാശ്രമം നയിക്കുന്നവരല്ല, അവരതിൽ നിന്നൊക്കെ വിരക്തരായിട്ടുള്ള ആളുകളാണ്. സുഖബ്രഹ്മർഷിയെ പോലെ ഒക്കെ ഉള്ളതായിട്ടുള്ള ആളുകൾ. അവർ നിവൃത്തിധർമ്മം കാണിച്ചു തരുന്നവരാണ്. സന്യാസധർമ്മം, അവധൂതധർമ്മം, പരമഹംസധർമ്മം അത് കാണിച്ചു തരുന്ന, നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസികളായ 2 കൂട്ടർ. അപ്പൊ ഇങ്ങനെ 2 തരം സമ്പ്രദായമുണ്ട്. അല്ലാതെ എല്ലാ താടിക്കാരും ശുദ്ധ സന്യാസികളല്ല, ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള താടിക്കാരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ സനകസനന്ദനാദികളിലൂടെ നിവൃത്തി ലക്ഷണമായ ജ്ഞാനവൈരാഗ്യ ലക്ഷണമായ ധർമ്മത്തെ ലോകത്തിന് ഗ്രഹിപ്പിച്ചു. 2 പ്രകാരത്തിലുള്ള ധർമ്മം, പ്രവൃത്തി ലക്ഷണം, നിവൃത്തി ലക്ഷണം എന്ന് പറഞ്ഞു. ഇനി ധർമ്മത്തിന്റെ ഒരു നിർവചനം പറഞ്ഞു. ജഗത്തിന്റെ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതുഹു യഹ സഹ ധർമ്മഃ. ലോകത്തിന്റെ നിലനിൽപ്പിന് ഉള്ള ജീവിത പദ്ധതിക്ക് പേരാണ്, വ്യവസ്ഥയ്ക്ക് പേരാണ്, നിയമങ്ങളുടെ പേരാണ് ധർമ്മം. അതെല്ലാവരും അനുഷ്ഠിക്കണം. അങ്ങനെ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അഭ്യുദയവും നിശ്രേയസവും നമുക്ക് സമ്പാദിക്കാം, നമുക്ക് നേടാം. അഭ്യുദയം എന്നാൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ ക്ഷേമം, സുഖ സൗകര്യങ്ങൾ, ഇതൊക്കെ നോക്കാം. അതോടൊപ്പം തന്നെ നിശ്രേയസം എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അഭ്യുദയം മാത്രം നോക്കിയാൽ പോരാ, നിശ്രേയസം എന്ന് പറഞ്ഞാല് ആത്മീയമായിട്ടുള്ള ശ്രേയസിനെയാണ് നിശ്രേയസ് എന്ന് പറയുന്നത്. നിതരാം ശ്രേയസ്, നല്ല ശ്രേയസ്, പരമമായിട്ടുള്ള ശ്രേയസ് എന്നൊക്കെ അർത്ഥമാണ് നിശ്രേയസം എന്ന വാക്കിന്. ഇപ്പൊ പരമമായിട്ടുള്ള ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ക്ഷേമം മാത്രം കൊണ്ട് നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല, സുഖമുണ്ടാവില്ല, ആനന്ദമുണ്ടാവില്ല. അപ്പൊ ആന്തരികമായിട്ടുള്ള ശാന്തി, സമാധാനം, സ്വാതന്ത്ര്യം, സന്തോഷം, ഇങ്ങനെയുള്ള നന്മകൾ വേണം ഉള്ളിൽ. അതിനെയാണ് നിശ്രേയസം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മൾ ഭൗതികമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി മത്സരിച്ച് ഓടുമ്പോഴും മറക്കരുത്, ഇത് നമ്മളെ അടിമകളാക്കും എന്നുള്ളത്. നമ്മൾ എത്രത്തോളം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശാന്തിയെ, സുരക്ഷിതത്വത്തെ, സ്വസ്ഥതയെ ഒക്കെ ബലി കഴിപ്പിക്കുന്നുണ്ട് എന്നും കൂടി ചിന്തിക്കണം. എത്ര നമ്മൾ ഈ ലോകത്തെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ ഇൻഡിപെൻഡൻസ് കുറയുന്നു എന്ന് മനസ്സിലാക്കണം. ലോകത്തെ ആശ്രയിക്കുന്തോറും, ലോകത്തിലെ വിഷയങ്ങളെ ആശ്രയിക്കുന്തോറും, വിഷയങ്ങളെ സമ്പാദിക്കുന്തോറും, വിഷയങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുമ്പോൾ, ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കുന്തോറും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം അത്രത്തോളം കുറഞ്ഞു കൊണ്ടുവരുന്നു.
ഇപ്പൊ നമ്മുടെ പൂർവികരായിട്ടിരുന്ന ആളുകളുടെ സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആളുകളുടെ സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ല. അതിനേക്കാൾ എത്രയോ അടിമകളാണ് നമ്മളിപ്പോ. എന്തുകൊണ്ട്? പുതിയ 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 കണ്ടുപിടുത്തങ്ങള് നമ്മുടെ ജീവിത സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിച്ച് നമ്മൾ അത് ശീലിച്ച് അതില്ലാതെ ജീവിക്കാൻ നമുക്ക് വയ്യാതെയാവുന്നു. അപ്പൊ നമ്മൾ ഡിപെൻഡന്റ് ആവുകയാണ്. ഇതാ ഈ ഗാഡ്ജറ്റുകൾ, മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, സൗകര്യങ്ങളുണ്ടായി. ഇപ്പൊ ഇത് നമ്മളെ അടിമകളാക്കിയിരിക്കുകയാണ് അല്ലേ? പലപ്പോഴും ഇതിന്റെ അടിമകളായി പോവാറുണ്ട് നമ്മൾ. ഇതൊരു സൗകര്യമാണ്, ഭൗതികമായിട്ടുള്ള സൗകര്യം. തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതിനെ നമുക്ക് അഭിനന്ദിക്കാം, പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ അതേ സൗകര്യങ്ങൾ തന്നെ നമ്മളെ അവശരാക്കുന്നുണ്ട്, അടിമകളാക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്തും ഇവിടെ ആളുകൾ സുഖമായി ജീവിച്ചിരുന്നു. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ അരമണിക്കൂർ കറണ്ട് പോയാൽ നമുക്ക് ഇരിക്കാനാവില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു നിമിഷം ഇരിക്കാനാവുന്നില്ല. കുറച്ചു നേരം ഫാൻ പോകുമ്പോഴേക്കും നമ്മുടെ കാറ്റ് പോയി. കുറച്ചു നേരം ലൈറ്റ് പോയാൽ നമുക്ക് കണ്ണ് കാണുന്നില്ല. AC ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ വയ്യ അല്ലേ? അപ്പൊ ഇങ്ങനെ സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും സൗകര്യങ്ങൾ കൂടി, ഇപ്പോ വേഗത കൂടിയ വാഹനങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ദൂരം കൂടിക്കൂടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ദുഃഖം കൂടിക്കൂടി വരികയാണ്, വിഷമം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഭൗതിക സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താം, പക്ഷേ നമ്മൾ അതോടൊപ്പം അതിന്റെ അടിമയാവാതെയും നോക്കണം. അതില്ലെങ്കിലും ജീവിക്കാൻ നമ്മൾ ശീലിക്കണം, പഠിക്കണം. സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്ക് പഠിക്കണം, നമ്മൾ ശീലിക്കണം. കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ, പുതിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ, അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് നിർത്തിവെച്ചിട്ട് കുറച്ചു കാലത്തേക്ക് ഓരോ ബ്രേക്ക് എടുക്കുക. അതിനാണ് തപസ്, വ്രതം എന്നൊക്കെ പറയുന്നത്. കുറച്ചു കാലം മാറി നിൽക്കുക ഇതിൽ നിന്നൊക്കെ. അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണ് നമ്മൾ സ്വന്തം സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വ്രതങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പണ്ട് വ്രതങ്ങൾ വെച്ചത് അന്നത്തെ കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ സുഖസൗകര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അന്നത്തെ വ്രതങ്ങൾ ചിട്ടപ്പെടുത്തി. ഇന്നിപ്പോ വ്രതങ്ങൾ നിശ്ചയിക്കുമ്പോൾ വേറെ പലതും ഒഴിവാക്കേണ്ടതായിട്ട് നമുക്ക് പറയേണ്ടി വരും. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെയൊന്നും വ്രതങ്ങളിൽ ഒഴിവാക്കാൻ പറഞ്ഞില്ല. അന്നുണ്ടായിരുന്ന ലക്ഷറികളെ ഒഴിവാക്കാനേ പറഞ്ഞുള്ളൂ വ്രതങ്ങളിൽ അല്ലേ? ചുരുങ്ങിയ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഏകാഗ്രതയോടുകൂടെ ഈശ്വര ഭജനം ചെയ്ത് ഒരു ഭാഗത്തിരിക്കാനാണ് പണ്ട് പറഞ്ഞത്. ഇന്നിപ്പോ എന്തൊക്കെ സൗകര്യങ്ങൾ കൂട്ടിയിട്ടുണ്ടോ അതിനേക്ക് ഒഴിവാക്കുന്നതാവണം പുതിയ വ്രതങ്ങൾ. ഏകാദശി വ്രതം, ഷഷ്ഠി വ്രതം, ശിവരാത്രി വ്രതം, നവരാത്രി വ്രതം എന്നൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഒരാഴ്ചക്ക് ഞാൻ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കും, മോട്ടോറുകൾ ഇല്ലാതെ ഞാൻ വെള്ളം കോരി ജീവിക്കും, പണ്ടത്തെ പോലെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട്, പാള കൊണ്ട്, കുടം കൊണ്ട് വെള്ളം കോരി ഞാൻ ജീവിക്കും, കുളത്തിൽ കുളിച്ച് ഞാൻ ജീവിക്കും, പുഴയിൽ കുളിച്ച് ഞാൻ ജീവിക്കും, ഗ്യാസ് ഇല്ലാതെ ഞാൻ ജീവിക്കും, അതെ, ഇന്റർനെറ്റ് ഇല്ലാതെ ഞാൻ ജീവിക്കും, ഫേസ്ബുക്ക് ഇല്ലാതെയും വാട്സപ്പ് ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്ന് പുതിയ വ്രതങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. വ്രതങ്ങളിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ കൂട്ടി ആഡ് ഓൺ ചെയ്യണം. കാരണം അന്നത്തെ കാലത്ത് നിശ്ചയിച്ചതാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പല വ്രതങ്ങളും. അന്ന് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നിശ്ചയിച്ചതാണ്. അപ്പൊ ഇന്നിപ്പോ അഭിനവ ആചാര്യന്മാർ ഇതൊക്കെ പറയണം. പുതിയ വ്രതങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞും കൂടി കൊടുക്കണം. ഈ വ്രതങ്ങളൊക്കെ നമ്മുടെ വിൽ പവർ കൂട്ടാനുള്ളതാണ്, നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനാണ്, നമ്മുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനാണ്.
ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കാനാണ്. എല്ലാ വ്രതങ്ങളും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതൽ കൂടുതൽ ലോകത്തോട്, വിഷയങ്ങളോട്, ഭൗതിക സുഖഭോഗങ്ങളോട് ഡിപ്പെൻഡന്റ് ആവും തോറും എന്താ നഷ്ടപ്പെടുന്നത്? ഇൻഡിപെൻഡൻസ് ആണ് നഷ്ടപ്പെടുന്നത്. എത്ര ഡിപ്പെൻഡന്റ് ആണോ അത്രയും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഇല്ലല്ലോ. അതിനെയാണ്, ഈ ഡിപ്പെൻഡൻസിനെ കുറയ്ക്കുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പഴയ ഭാഷ പറഞ്ഞത്, സംസ്കൃതത്തിൽ പറഞ്ഞത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒട്ടലില്ലാതെ, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലാതെ കഴിയലാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥത്തിൽ വൈരാഗ്യത്തിന്റെ നിർവചനം ഡിപ്പെൻഡൻസി ഇല്ലായിക, ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വതന്ത്രമായിരിക്കുക, അവനവനിൽ സ്വന്തം കാലിൽ നിൽക്കുക, ഇലക്ട്രിസിറ്റിയിൽ ചാരി നിൽക്കാതിരിക്കുക, ഫാനിൽ ചാരി നിൽക്കാതിരിക്കുക, AC-യിൽ ചാരി നിൽക്കാതിരിക്കുക, ഇന്റർനെറ്റിൽ ചാരി നിൽക്കാതിരിക്കുക, അവയുടെ ഒന്നും സഹായമില്ലാതെ ജീവിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നമ്മള് ഇന്ന് ഭൗതികതയുടെ പുറകെ ഓടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എത്രത്തോളം ഭൗതിക നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ അടിമത്വം കൂട്ടിക്കൊണ്ടുവരികയാണ്. അതാണ് നമ്മൾ ഓർമ്മ വെക്കേണ്ടത്, ജാഗ്രത വേണ്ടത്. എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നുള്ളൊരു തൻ്റെ ഇടം വളർത്തിക്കൊണ്ടുവരണം. എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും, ഒന്നിനെയും ആശ്രയിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. ഇന്നിപ്പോ ലോകത്തിൽ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ, മറ്റുള്ളവർ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചാലേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവരുടെ കൂടെ കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിനനുസരിച്ച് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ജീവിക്കുന്നു. ഇപ്പൊ സന്യാസിമാരാണ് ഇപ്പോൾ ഏറ്റവും അധികം ഈ ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ? ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നോക്കിയാൽ സമൂഹത്തിൽ ഇപ്പോൾ സന്യാസിമാരാണെന്ന് തോന്നുന്നു. നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും സ്വാമിമാരൊക്കെ. ഇന്റർനെറ്റ് ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും, വാട്സപ്പ് ആണെങ്കിലും, ഒരു സാധാരണ ഗൃഹസ്ഥന് വളരെ ചുരുങ്ങിയ ഉപയോഗമായിരിക്കുമ്പോൾ സന്യാസിമാർക്ക് കൂടുതൽ ഉപയോഗം. പക്ഷെ അപ്പോഴും എന്ത് വേണം? ഉള്ളുകൊണ്ട് എപ്പോ വേണമെങ്കിൽ ഇതിനൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള സന്നദ്ധതയുണ്ടായിരിക്കണം. എപ്പോ വേണമെങ്കിൽ ഇതില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. അത് മനസ്സിൽ എപ്പോഴും നിറച്ച് വെച്ചിരിക്കണം. ഇതെല്ലാം ഇല്ലെങ്കിലും ഞാനുണ്ടായിരിക്കും, ഞാൻ എപ്പോഴും സ്വതന്ത്രനായിരിക്കും, ഇതിനെയൊന്നും ആശ്രയിച്ചിട്ടല്ല ഞാൻ ഇരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ ഉള്ളില് എപ്പോഴും വളർത്തുക, നിലനിർത്തുക. അത് തന്നെയാണ് ഈ ഒട്ടൽ കുറയ്ക്കുക എന്ന് പറഞ്ഞത്. ഒട്ടലില്ലാതിരിക്കുക. ഇതൊന്നും വലിയ ആവശ്യമുള്ളതല്ല, അത്യാവശ്യമുള്ളതല്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇതില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നൊരു ഭാവം, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ആ വൈരാഗ്യം ഉള്ളിൽ വളർത്തുക. ഡിറ്റാച്ച്മെന്റ്, നിസ്സംഗത, ആശ്രയമില്ലായ്മ, സ്വാശ്രയഭാവം, ഇത് വളർത്തിക്കൊണ്ടുവരിക. എപ്പോഴും ഒന്നുമില്ലെങ്കിലും ഞാനുണ്ട് എന്ന് മനസ്സിലാക്കുക. പറഞ്ഞു വന്നത് പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു. അഭ്യുദയവും നിശ്രേയസവും. അപ്പൊ അഭ്യുദയം നോക്കുമ്പോൾ നിശ്രേയസം പണയം വെക്കരുത് എന്ന് പറയാണ്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ വെൽബീയിങ് ആണ്, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണ്. അത് വർദ്ധിക്കും തോറും നിശ്രേയസത്തിന് യാതൊരു ഹാനിയും ഉണ്ടാവാതെ നോക്കണം. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള സ്വൈരം, സ്വസ്ഥത, സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള മൂല്യം. അത് പണയം വെക്കാതെ അവനവന്റെ
സ്വാതന്ത്ര്യത്തെ പണയം വയ്ക്കാതെ. അതാണ് നമ്മുടെ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ മോക്ഷം എന്നത് പരമപുരുഷാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ധർമ്മം, അർത്ഥം, കാമം, 3 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുമ്പോഴും 3 നേടുമ്പോഴും മോക്ഷത്തെ മറക്കരുത്. ഇതൊക്കെ മോക്ഷത്തിന് ഉതകുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിക്ക്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ. അത് നമുക്ക് മോക്ഷത്തിന് സഹായകമായിരിക്കണം. നമ്മൾ സമ്പാദിക്കുന്ന ധനം, അർത്ഥം, ഏത് വസ്തുക്കളാവട്ടെ, ഇത് നമ്മളെ അടിമകളാക്കുന്നതാവരുത്, മോക്ഷത്തിന് സഹായിക്കുന്നതായിരിക്കണം. കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങള്, ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നു. ആ ഭോഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ആ ഭോഗങ്ങൾക്ക് നമ്മൾ അടിമകളാവാതെ നോക്കണം. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള ഈ 3 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുമ്പോഴും അത് മോക്ഷവിരുദ്ധം ആകരുത്, സ്വാതന്ത്ര്യ വിരുദ്ധം ആകരുത് എന്നർത്ഥം. മോക്ഷം എന്നാൽ സ്വാതന്ത്ര്യമാണ്, മോചനമാണ് മോക്ഷം. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാകരുത് ഈ 3 പുരുഷാർത്ഥങ്ങളും, ത്രിവർഗങ്ങളും. അതുകൊണ്ട് പരമപുരുഷാർത്ഥമായി മോക്ഷത്തെ എപ്പോഴും മുകളിൽ ഉയർത്തി വച്ചിരിക്കണം. ഞാൻ ധനം സമ്പാദിക്കുന്നു, ഈ ധനം എന്നെ ഏതെങ്കിലും തരത്തില് അസ്വതന്ത്രനാക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നു, ഈ വകകൾ എന്നെ അടിമയാക്കുന്നുണ്ടോ? ഇതെന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ? എപ്പോഴാണ് സ്വാതന്ത്ര്യത്തെ ഹനിക്കുക? നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ അത് നമുക്ക് ഭാരമായി മാറുന്നു, അതിനെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല നമുക്ക് വന്നു ചേരുന്നു. ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടും തോറും അത് നമുക്കിട്ട് നേരിട്ട് പ്രയോജനമില്ല താനും, അതിന് കാവലിരിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകുന്നു. അപ്പൊ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവോ? അപ്പൊ നമ്മൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എത്രത്തോളം മിനിമം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം സമ്പാദിക്കുക, അത്രത്തോളം പൊസഷൻസ് വെച്ചിരിക്കുക. അത് ഭൂമിയാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും എന്തൊക്കെ കൂട്ടുന്നുവോ അത്രയും ഭാരം കൂട്ടുകയാണ്, അത്രയും സ്വാതന്ത്ര്യം കളയുകയാണ്, അത്രയും കമ്മിറ്റ്മെന്റ് കൂടുകയാണ്, കാല് കെട്ടുകയാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അത്രയും പ്രാരബ്ധമാണ്, അത്രയും ഭാരമാണ്. അവർക്ക് എപ്പോഴും എല്ലായ്പ്പോഴും പേടിയാണ്. കാരണം താൻ വലിയൊരു സ്ഥാപനം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്ഥാപനം ഇടിഞ്ഞു വീഴും, ഈ പ്രസ്ഥാനം ഇടിഞ്ഞു വീഴും. അപ്പം ഒരുപാട് ഘടകങ്ങളെ പേടിക്കേണ്ടതുണ്ട് അയാൾക്ക്. എപ്പോഴും അസ്വസ്ഥനാണ്. ചുറ്റുപാടുള്ള രാഷ്ട്രീയക്കാരെ നല്ലോണം പേടിക്കണം. കാരണം ഇവറ്റകൾ എപ്പോഴാണ് നമുക്ക് ഉപദ്രവം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഒരു ബിസിനസ് നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരെയാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത്. കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും പേടിക്കേണ്ടതാണ് ഈ രാഷ്ട്രീയക്കാരെ. കാരണം അവർ വന്ന് പിരിവ് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പാദ്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ആന്തരികമായിട്ട് നമ്മുടെ ജീവിത നിലവാരം കൂടുതൽ കൂടുതൽ പാത്തറ്റിക് ആവുന്നതാണ് കാണുന്നത്, അല്ലെ? കൂടുതൽ ധനികനായാൽ, കൂടുതൽ വലിയ സ്ഥാപനങ്ങളുടെ ഉടമയായാൽ അയാളാണ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത്. പാവം മറ്റുള്ളവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഗതികേട് അയാൾക്ക് ഉണ്ടാവുന്നു. ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ് വാസ്തവത്തിൽ സിമ്പതി അർഹിക്കുന്നവർ. എത്ര പേർക്കാണ് അവർ ജീവിതം കൊടുക്കുന്നത്? എത്ര പേരുടെ കുടുംബങ്ങളെയാണ് അവർ താങ്ങി നടത്തുന്നത്? അവരുടെയൊക്കെ ഭാരം ഇവരല്ലേ ചുമക്കുന്നത്? വാസ്തവത്തിൽ അവർ സിമ്പതി അർഹിക്കുന്നു. എത്ര വലിയ ഭാരം ചുമക്കുന്ന കഴുതകളാണ് അവർ, പാവങ്ങൾ. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി അവർ ഭാരം ചുമക്കുന്നു. ഒന്നുമില്ലാത്തവർ
സ്വതന്ത്രന്മാർ, അവർക്കൊന്നും പോവാനില്ല. മേലെ ആകാശം താഴെ ഭൂമി അല്ലേ? സന്യാസിമാർക്ക് മേലെ ആകാശം താഴെ ഭൂമി. പക്ഷെ മഠാധിപതികളായാൽ പ്രശ്നമാണ്. മഠാധിപതികളാവാതിരിക്കുകയാണ് നല്ലത്. സന്യാസി എപ്പോഴും പരിവ്രാജകനായിരിക്കുന്നതാണ് അയാൾക്ക് സുഖം. ഓരോ സ്ഥാപനങ്ങൾ വെച്ച് നടത്തുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തലയിൽ വരും. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഭാരമാണ്. പക്ഷെ അതൊക്കെ നടത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സംഘമില്ലാതിരുന്നാൽ പ്രശ്നമില്ല. അവന് സ്ട്രെസ് ഇല്ല, വറീസ് ഇല്ല. നടക്കുന്നത് പോലെ നടക്കട്ടെ, ഞാനൊന്നുമല്ല ഇത് ചുമക്കുന്നത്, ഇത് ഈശ്വരൻ കൊണ്ടു നടക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എപ്പോ വേണമെങ്കിലും ഇത് ഇട്ടിട്ട് അതന്നെ മടിയിലെ കനം കുറച്ച് യാത്ര സുഖകരമാക്കുക. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഇത് ജീവിത യാത്രയ്ക്ക് ബാധകമാണ്. ലെസ് ലഗേജ് മോർ കംഫർട്ട്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊന്നും നമ്മൾ നടത്തണോ എന്ന് വിചാരമില്ല. ഈശ്വരൻ നമ്മളെ ഉപയോഗിക്കുന്നു. എപ്പോ വേണമെങ്കിൽ മൂപ്പർ ഇതൊക്കെ തിരിച്ചെടുത്തോട്ടെ. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. എന്നോ ഇറങ്ങിയതാണ്, തിരിച്ച് തെരുവിലേക്ക് തന്നെ പോകാൻ തയ്യാറാണ്. അല്ലെങ്കിലും തെരുവിൽ തന്നെയാണ്, മനസ്സുകൊണ്ട് തെരുവിലാണ്. എപ്പോ വേണമെങ്കിൽ എല്ലാം വിട്ടേച്ച് എവിടേക്ക് വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്. ആ ഒരു തയ്യാറെടുപ്പ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവണം. അത് സന്യാസിമാർക്ക് മാത്രമല്ല, ഗൃഹസ്ഥന്മാരുടെ ഉള്ളിലും ആ ഒരു ഫ്രീഡം അത് ഡെവലപ്പ് ചെയ്യണം. ബന്ധനങ്ങൾ കുറയ്ക്കണം, ഡിപ്പെൻഡൻസി കുറയ്ക്കണം. അതാണ് ഈ അഭ്യുദയം നോക്കുമ്പോൾ നിശ്രേയസം ബാധിക്കപ്പെടാൻ പാടുള്ളതല്ല. അഭ്യുദയ നിശ്രേയസ ഹേതുഹു ധർമ്മ. അപ്പൊ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം മോക്ഷമാണ്. ആ മോക്ഷത്തിന് വിഘാതമായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നർത്ഥം. മോക്ഷത്തിന് വിഘാതമായിരിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരിക. ധർമ്മത്തെക്കുറിച്ച് നിർവചനം പറഞ്ഞു. ഇങ്ങനെയുള്ള ധർമ്മം ബ്രാഹ്മണാദ്യ വർണ്ണിഭിഹി ആശ്രമിഭിശ്ച ശ്രേയോർത്തിഭിഹി അനുഷ്ഠീയമാനഃ. ഈ ധർമ്മം ബ്രാഹ്മണൻ മുതലായിട്ടുള്ള വർണ്ണങ്ങൾ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലൂടെ, അതുപോലെ ആശ്രമധർമ്മങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അത് കാലക്രമേണ ദീർഘേണ കാലേന അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ അജ്ഞാനം കൊണ്ട്, മൂഢത കൊണ്ട്, കാമം വളരുമ്പോൾ, സ്വാർത്ഥത വളരുമ്പോൾ, അവന്റെ വിവേക വിജ്ഞാനങ്ങൾ നശിച്ച് അധർമ്മം വർദ്ധിക്കും. സ്വാർത്ഥത വർദ്ധിക്കും തോറും ആസുരികത വർദ്ധിക്കും, അധർമ്മം വർദ്ധിക്കും. അങ്ങനെ അവന്റെ ധർമ്മം ക്ഷയിക്കും, അവന്റെ ചുറ്റുപാടും അധർമ്മം വർദ്ധിച്ചു വരും. അങ്ങനെ അഭിഭൂയമാനേ അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ. അധർമ്മത്താൽ ധർമ്മം കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ, അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ, ഈ ലോകത്തെ ഒന്നുകൂടെ സ്ഥിതി ചെയ്യിക്കാൻ, ബാലൻസ് ചെയ്യിക്കാനായിക്കൊണ്ട് ജഗതഃ സ്ഥിതിം പരിപാലയിഷുഹു, പരിപാലിക്കുവാൻ ഇച്ഛിക്കുന്ന ആദികർത്താവായ നാരായണൻ വിഷ്ണു ആ ബ്രാഹ്മണ ധർമ്മങ്ങളെ, ക്ഷത്രിയ ധർമ്മങ്ങളെ ഒക്കെ രക്ഷിക്കുവാനായിക്കൊണ്ട് അവതരിക്കും. അങ്ങനെ ഒരു അവതാരമാണ് ഇവിടെ ദേവകിയിൽ വസുദേവനിൽ അംശം കൊണ്ട് കൃഷ്ണൻ എന്ന് സംഭവിച്ചത്. ബ്രാഹ്മണധർമ്മം അഥവാ വൈദിക ധർമ്മം രക്ഷിക്കപ്പെട്ടാൽ വൈദിക ധർമ്മത്തിന് അധീനമാണ് ബാക്കി വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം. അതുകൊണ്ട് വൈദിക ധർമ്മത്തെ രക്ഷിക്കാനാണ് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. തുടർന്ന് വായിക്കാൻ പറയാം. സച ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബലവീര്യ തേജോഭിഹി സദാ സമ്പന്നഃ ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിം വശീകൃത്യ അജോ അവ്യയോ ഭൂതാനാം ഈശ്വരോ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവോ ഭിസ്സന്ന് സ്വമായയാ ദേഹവാനിവ ജാതഃ ഇവ ലോകാനുഗ്രഹം കുർവൻ ലക്ഷ്യതേ. ആ ഭഗവാന്റെ അവതാര ലീലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സച്ച ഭഗവാൻ, ആ ഭഗവാൻ. എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ?
ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭിഹി സദാ സമ്പന്ന. ഭഗവാൻ എന്ന വാക്കിന്റെ ഒരു നിർവചനം കൂടിയാണത്. ജ്ഞാനം ഐശ്വര്യം ശക്തി ബലം വീര്യം തേജസ് ഇവ കൊണ്ടെല്ലാം സമ്പന്നൻ, പൂർണ്ണനായിരിക്കുന്നവൻ അദ്ദേഹം. ഇങ്ങനെയുള്ള ശക്തികളെല്ലാമുള്ള ഭഗവാൻ ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിം വശീകൃത്യ, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളോടുകൂടിയ വൈഷ്ണവീ മായ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള തന്റെ ശക്തിയായ മായയെ, അത് തന്നെയാണ് മൂലപ്രകൃതി എന്നും പറഞ്ഞത്. ആ മൂലപ്രകൃതിയായ മായയെ തന്റെ വശത്താക്കിക്കൊണ്ട്, തന്റെ അധീനതയിൽ വെച്ചുകൊണ്ട് ആ മായയെ തന്നെ 2 രൂപത്തിൽ ഭഗവാൻ ഉപയോഗിക്കും. പരയും അപരയുമായിട്ട്, പരാപ്രകൃതി അപരാപ്രകൃതി എന്നിങ്ങനെ. അതിൽ അപരാപ്രകൃതിയാണ് പ്രപഞ്ച നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ഉപാദാന കാരണമായും, പരാപ്രകൃതിയാണ് ചൈതന്യമായി ബുദ്ധിശക്തിയായി ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മൂലപ്രകൃതിയെ വശീകൃത്യ ഉപയോഗിച്ചുകൊണ്ട് അജഹ അവ്യയ ഭൂതാനാം ഈശ്വര നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ അഭി സന്ന്. അങ്ങനെ ഇരിക്കേ, സന്ന് എന്ന് പറഞ്ഞാൽ ആയി തന്നെ എന്നർത്ഥം. എങ്ങനെയായി തന്നെ? അജഹാസന്, അജൻ എന്നാൽ ജനനമില്ലാത്തവനായി തന്നെ. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ജനനമില്ല. അവ്യയ നാശമില്ല. അപ്പൊ ജനന മരണങ്ങളില്ലാത്തവനും ഭൂതാനാം ഈശ്വരഹാസന്, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുവാനുള്ള എല്ലാ സാമർഥ്യവും ഉള്ളവനായി തന്നെ. മനുഷ്യരെ പോലെ അവശനല്ല ഈശ്വരന്റെ അവതാരങ്ങൾ. അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. കൃഷ്ണാവതാരത്തില് കാട്ടുതീ വരുമ്പോ വായിലേക്ക് വിഴുങ്ങുന്നതും, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇന്ദ്രന്റെ ക്ഷോഭം ഗോകുലത്തെ മുഴുവൻ മഴ കൊണ്ട് നനയ്ക്കുമ്പോ, മഴ കൊണ്ട് ഒലിച്ചു പോകാൻ ശ്രമിക്കുമ്പോ ഗോവർദ്ധനോദ്ധാരണം ചെയ്തുകൊണ്ട് ആ മഴയെ പ്രതിരോധിക്കുന്നതും പ്രളയത്തെ പ്രതിരോധിക്കുന്നതും, അതുപോലെ പല സന്ദർഭങ്ങളിലും ഭൂതങ്ങളെ നിലക്കി നിർത്തിക്കൊണ്ട്, പ്രപഞ്ചത്തെ നിലക്കി നിർത്തിക്കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ലീലകൾ ചെയ്തുകൊണ്ട്, മനുഷ്യർക്ക് അസാധ്യമായ ലീലകൾ ചെയ്തുകൊണ്ട്, അതാണ് ഭൂതാനാം ഈശ്വര അഭിസന്ന്, ഭൂതങ്ങളുടെ ഈശ്വരനായിക്കൊണ്ട് തന്നെ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ അഭിസന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ മായയുടെ ലേശം പോലും ഇല്ലാതെ, അജ്ഞാന ലേശം പോലും ഇല്ലാതെ എപ്പോഴും അച്യുതനായിക്കൊണ്ട്. അച്യുതൻ എന്നാൽ സ്വരൂപ വിസ്മൃതിയില്ലാത്തവൻ, താൻ ആരെന്നുള്ള ബോധം എപ്പോഴുമുള്ളവൻ, അഹം ബ്രഹ്മാസ്മി എന്ന ബോധം എപ്പോഴും നിലനിർത്തുന്നവനാണ് ഭഗവാൻ. അപ്പൊ നിത്യശുദ്ധ ബുദ്ധ, ബുദ്ധ ബോധമുള്ളവൻ, മുക്ത സ്വതന്ത്രനാണ്, അദ്ദേഹത്തെ ആർക്കും ഒന്നിനും ബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്വഭാവ അപീസന്. അപ്പൊ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ അപീസന്, സ്വമായ സ്വന്തം മായ കൊണ്ട് ദേഹവാൻ ഇവ, ദേഹം ഉള്ളവനെ പോലെ, പോലെ ആ പോലെ കുറച്ച് പ്രധാനമാണ്. നമ്മളെയൊക്കെ പോലെ തന്നെ അഭിനയിച്ചുകൊണ്ട് എന്നർത്ഥം. ജാതഹ ഇവ, ജനിച്ചവനെ പോലെ. ശരിക്കും ജനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്നത് അവശരായി ജനിക്കുകയാണ്. നമ്മുടെ പ്രാരബ്ധം കൊണ്ട് വലിച്ചഴക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ യോനികളിൽ വന്ന് ജനിക്കുന്നത്. ഭഗവാൻ ജനിക്കുന്നത് സ്വേച്ഛയാ വേഷം കെട്ടി ഇറങ്ങി വരികയാണ്. ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് മാത്രമാണ് ഒരു അമ്മയുടെ ഗർഭപാത്രം. ദേവകിയുടെ ഗർഭപാത്രമാണെങ്കിലും, കൗസല്യയുടെ ഗർഭപാത്രമാണെങ്കിലും, അതിഥിയുടെ ഗർഭപാത്രമാണെങ്കിലും ഏതൊക്കെ വഴിക്ക് ഇറങ്ങി വന്നു വേഷം കെട്ടി വരാനുള്ള ഒരു ഗ്രീൻ റൂം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നിർബന്ധിതരായിട്ടാണ് വരുന്നത്, വലിച്ചഴക്കപ്പെട്ട അവശരായിട്ടാണ് വരുന്നത്, കർമ്മവശാലാണ്. ഭഗവാൻ സ്വേച്ഛയാൽ ഇറങ്ങി വരുന്നത്. അതാണ് ജാത ഇവ, ജനിക്കുന്നത് പോലെ. ലോകാനുഗ്രഹം കുർവന്ന് ലക്ഷ്യത്തെ, ലോകാനുഗ്രഹം ചെയ്യുന്നവനായി കാണപ്പെടുന്നു. ഭഗവാന്റെ അവതാര ലീലകളെല്ലാം ലോകാനുഗ്രഹ ലീലകളാണ്.
അപ്പൊ ലോകാനുഗ്രഹം ചെയ്യുന്നവനായി കാണപ്പെടുന്നു എന്ന്. അപ്പൊ അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ തത്വം. വളരെ മനോഹരമായി ചുരുക്കി പറഞ്ഞു ശങ്കരാചാര്യര്. എല്ലാ ഐശ്വര്യവും ശക്തിയും എല്ലാം തികഞ്ഞ ഭഗവാൻ തൻ്റെ തന്നെ ശക്തിയായ ആ വൈഷ്ണവി മായയെ, മൂലപ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട്, വശീകൃത്യ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ജനന മരണരഹിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവുമില്ലാതെ അജനും അവ്യയനും ഭൂതങ്ങളുടെ ഈശ്വരനും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനുമായിക്കൊണ്ട് സ്വമായ കൊണ്ട് വേഷം കെട്ടി ദേഹവാനെ പോലെ, ജനിച്ചവനെ പോലെ, ലോകാനുഗ്രഹം ചെയ്യുന്നവനെ പോലെ ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരവിന്റെ പേരാണ് അവതാരം. അപ്പൊ എല്ലാ അവതാരങ്ങളും ഇങ്ങനെയുള്ള സ്വേച്ഛയാ ഇറങ്ങി വരുന്നതാണ്, സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങി വരുന്നതാണ്, അവശനായിട്ട് വരുന്നതല്ല. കർമ്മബന്ധമില്ല, ഭഗവാന് കർമ്മബന്ധം ഇല്ല. ഭഗവാന് ഉണ്ട് എന്നുള്ള കഥകളൊന്നും ശരിയല്ല, യോജിക്കുന്നതല്ല. ബാലിയെ അമ്പെയ്ത് കൊന്നതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തില് കാലിൽ അമ്പേറ്റത് എന്നൊക്കെയുള്ള പൊട്ട കഥകളുണ്ട്. ഒക്കെ അടുപ്പിലിടേണ്ട കഥകളാണ്. അതൊക്കെ ഭഗവാന്റെ ഈശ്വരഭാവത്തെ ചോദ്യം ചെയ്യുന്ന കഥകളാണ്. ഒരിക്കലും സമ്മതമല്ലാതെ, ശാസ്ത്രങ്ങൾക്ക് സമ്മതമല്ല. അതൊക്കെ എന്താ പറയുക, ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം രചിച്ചിട്ടുള്ളതാണ്. കൃഷ്ണനെ ചെറുതാക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ളതാണ്. നമ്മളത് ഒരിക്കലും ഏറ്റുപറയാൻ പാടുള്ളതല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനായി അവതരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ കാലിൽ അമ്പുകൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ കാലിൽ അമ്പെയ്ത ജര എന്ന ആ വേടൻ വന്ന് ഭഗവാനോട് കരഞ്ഞ് കാല് പിടിച്ച് എന്നെ കൊന്നുകളയൂ എന്ന് പറയുമ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നു, ഇത് എന്റെ സങ്കല്പമാണ്, എനിക്ക് ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലും മറ്റ് യുദ്ധങ്ങളിലും ഭീഷ്മദ്രോണാദികളുടെ കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ മാറിലേറ്റിട്ട് ഭഗവാൻ പടച്ചട്ട പിളർന്ന് മാറിൽ അസ്ത്രങ്ങളേറ്റ് എത്രയെത്ര അസ്ത്രങ്ങൾ അർജുനന്റെ മേലെ തറക്കേണ്ടതൊക്കെ ഭഗവാൻ മാറിലെടുത്തു. എന്നിട്ട് മരിച്ചുവോ? അപ്പൊ മരിക്കാത്ത ഭഗവാൻ കേവലം ഈ ഒരു വേടന്റെ ഒരു അമ്പ് കാലിൽ കൊണ്ടതുകൊണ്ട് മരിക്കൂ? അപ്പൊ അത് ഭഗവാൻ സങ്കല്പിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇത് എന്റെ സങ്കല്പമാണ്, നീ പേടിക്കണ്ട, നീ കരയണ്ട, നിന്നെ ഞാൻ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഒരു വിമാനം വരുത്തി ആ സ്വർഗത്തിലേക്കാണ് അയച്ചത് ജരയെ. ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. ഭഗവാന് കർമ്മബന്ധങ്ങൾ ഒന്നുമില്ല. മൂഢജനങ്ങളുടെ കഥകളാണ്. അല്ലെങ്കിൽ ഭഗവാനെ, ഈ ശ്രീകൃഷ്ണനെ ഇകഴ്ത്താൻ വേണ്ടി ചില കഥകൾ ചിലർ ഉണ്ടാക്കിയതാണ്. ഒരിക്കലും സമ്മതമല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ പരിപൂർണ ഭഗവത് ഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ള ലീലകൾ ചെയ്യുന്ന ഭഗവാനെ കുറിച്ചുകൂടെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, സ്വപ്രയോജന അഭാവേ അപി ഭൂത അനുജിഗൃക്ഷയ വൈദികം ധർമ്മദ്വയം അർജുനായ ശോകമോഹ മഹോദതൗ നിമഗ്നായ ഉപദിദേശ ഗുണാദികൈർഹി ഗൃഹീതഃ അനുഷ്ഠീയമാനഃ ച ധർമ്മഃ പ്രചയം ഗമിഷ്യതി ഇതി. സ്വപ്രയോജന അഭാവേ അപി. ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ് ആദിശങ്കര ഭഗവത്പാദർ. സ്വപ്രയോജന അഭാവേ അപി. ഇവിടെ ഈ യുദ്ധരംഗത്ത് ഭഗവാൻ ഈ ഗീതോപദേശം ചെയ്യുമ്പോൾ ഭഗവാന് ഇതിൽ ഒരു പ്രയോജനവുമില്ല, പ്രയോജന അഭാവമാണ്. ഭഗവാന് അർജുനൻ യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞാൽ വേഗം വണ്ടിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് തിരിച്ചു ദ്വാരകയിലേക്ക് പോകാമായിരുന്നു, സമാധാനമായിട്ട് പോകാമായിരുന്നു, അല്ലേ? എന്താ കാരണം? ഭഗവാന് ഇത്രയും കഷ്ടപ്പെടേണ്ട, ഇത്രയും ദിവസങ്ങള് ആയുധങ്ങളേറ്റ് ചിലപ്പോൾ താൻ തന്നെ മരിക്കാൻ വേണമെങ്കിൽ, ഭീഷ്മദ്രോണാദികളാണ് മുമ്പിൽ, കർണൻ മുതലായിട്ടുള്ള ശക്തന്മാരാണ്, അവരുടെ മുമ്പിലേക്കാ താൻ തേരോടിച്ചു പോണ്ടത്. അപ്പൊ അർജുനനോടുള്ള ശത്രുത അവർ തന്റെ നേരെയും കാണിക്കും, തന്നെ കൊന്നുകളയും. അപ്പൊ തനിക്ക് കഴിയുന്നതും വേഗം യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാ നമ്മളൊക്കെയാണെങ്കിൽ നോക്കുക. അർജുനൻ പറയണ, ഞാൻ യുദ്ധത്തിനില്ല,
ഞാൻ വനവാസം പോവുകയാണ്, ഭൈക്ഷ്യമഭി ശ്രേയ, ഭിക്ഷാടനമാണ് ശ്രേയസ്കരം, ഞാൻ സന്യാസം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും, ആവു സമാധാനം, ഞാനും ഉണ്ട് കേട്ടോ, ഞാൻ ദ്വാരക വരെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ രക്ഷപ്പെട്ടു പോകും. ഭഗവാൻ അങ്ങനെ രക്ഷപ്പെടുന്നില്ല. അപ്പൊ ഭഗവാന് ഒരു പ്രയോജനവും ഇല്ലാതെയാണ് ഈ യുദ്ധരംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? ലോകത്തിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇവിടെ ഭഗവാന്. ഭഗവാൻ അതിനു വേണ്ടിയാ ജനിച്ചത്, അവതരിച്ചത്. ഈ വേഷം കെട്ടി ഇറങ്ങിയത് ഈ ഗീതോപദേശം ചെയ്യാനാ. അതുകൊണ്ടാണ് ഇവിടെ സ്വപ്രയോജന അഭാവേ അപീൽ ഭൂത അനുജിഗിക്ഷയാ, ഭൂതങ്ങളെ, ജീവജാലങ്ങളെ അനുജിഗിക്ഷ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുവാനുള്ള ഇച്ഛ, എല്ലാവരെയും അനുഗ്രഹിക്കുവാനുള്ള ഇച്ഛ കൊണ്ട് ലോകാനുഗ്രഹേച്ഛയാ വൈദികം ധർമ്മദ്വയം, ഈ വൈദികമായ വേദസംബന്ധിയായ ധർമ്മദ്വയം. ഏത് ധർമ്മദ്വയം? പ്രവൃത്തി നിവൃത്തി, പ്രവൃത്തി ധർമ്മം നിവൃത്തി ധർമ്മം, ഈ രണ്ട് ധർമ്മങ്ങളെയും അർജുനനായിക്കൊണ്ട് ശോകമോഹ മഹോദതൗ നിമഗ്നായ ഉപദിദേശ, ശോക മോഹ മഹാ ഉദതിയിൽ, മഹാസാഗരത്തിൽ നിമഗ്നനായി മുങ്ങിപ്പോയവനായ, മൂഢതയിൽ ദുഃഖത്തിൽ മുഴുകിയ അർജുനനായിക്കൊണ്ട് ഉപദേശിച്ചു. എന്തിനാ അർജുനനെ തെരഞ്ഞെടുത്തത്? അത് പറയാണ്, ഗുണാധികൈർഹി ഗൃഹീതഃ അനുഷ്ഠീയമാനഃ ച ധർമ്മഃ പ്രചയം ഗമിഷ്യതി ഇതി. ഗുണാധികൈഹി ഗൃഹീതഃ, ഗുണാധികന്മാരെന്നാൽ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, സമൂഹത്തില് മറ്റുള്ളവർക്ക് റോൾ മോഡലായിരിക്കുന്ന ആളുകൾ, മാതൃകാ പുരുഷന്മാർ. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഗീതയിൽ തന്നെ ഭഗവാൻ പറയും, ശ്രേഷ്ഠ പുരുഷന്മാർ എന്ത് ആചരിക്കുന്നുവോ, അവരെന്താണോ ജീവിത നിലവാരമായി നിശ്ചയിക്കുന്നത്, അവരേത് മാതൃക കാണിച്ചു കൊടുക്കുന്നുവോ, സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ആ ശ്രേഷ്ഠ പുരുഷന്മാരെ അനുകരിക്കുന്നു, പിന്തുടരുന്നു. അപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന, അന്നത്തെ സമൂഹത്തിൽ ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള നരോത്തമനാണ് അർജുനൻ. ആ അർജുനനെ ഭഗവാൻ തെരഞ്ഞെടുത്തത് പെപ്സി കമ്പനിക്കാര് സച്ചിൻ ടെണ്ടുൽക്കറെ തെരഞ്ഞെടുത്തതുപോലെ, അല്ലെങ്കിൽ ഓരോ പ്രോഡക്ട്സും മാർക്കറ്റ് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള ആളുകളല്ലേ തെരഞ്ഞെടുക്കുന്നത്. എന്നെയും നിങ്ങളെയും വിളിക്കാറുണ്ടോ? അല്ലേ? നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾ ആരൊക്കെയാന്ന് എനിക്കറിയില്ല. നമ്മളെയൊന്നും വിളിക്കാറില്ല ഒരു മോഡലിങ്ങിനും ഒരു അഡ്വർടൈസ്മെന്റിനും, കാരണം ഉള്ളത് കൂടി പോയി കിട്ടും. അപ്പൊ ആരെയാ മാതൃകയായിട്ട് സ്വീകരിക്കുക? ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് ഒരു വസ്തുവിന് കൊള്ളാത്ത സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കും. അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പ് കൊണ്ട് തേച്ചതാണ്, അവരുടെ തലമുടിയുടെ രഹസ്യം ഈ ഷാംപൂ തേച്ചിട്ടാണ് എന്ന് പറയും. നമ്മളത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ ഉള്ളതും കൂടി പോയി കിട്ടും. അവർക്ക് കച്ചവടമേ നടക്കണ്ടു. സച്ചിൻ ടെണ്ടുൽക്കർ പെപ്സി കുടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല നമുക്ക്, പക്ഷെ കോടികൾ കിട്ടും മൂപ്പർക്ക്. ആ വിഷം മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കാൻ അയാൾക്ക് ലക്ഷങ്ങൾ കിട്ടും. അതുപോലെ അന്നത്തെ സമൂഹത്തിലെ ഒരു നല്ല അംബാസഡറാണ് അർജുനൻ. ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു അംബാസഡറാണ് അർജുനൻ. യുവജനങ്ങൾക്ക് മുഴുവൻ ആരാധനാ പാത്രമാണ് അർജുനൻ. ആ അർജുനനെ തന്നെ തെരഞ്ഞെടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഗുണാധികൈഹി ഗൃഹീതഃ, ഗുണാധികന്മാർ സ്വീകരിച്ചാൽ, അനുഷ്ഠീയമാനഃ ച, അവരനുഷ്ഠിച്ചാൽ, ധർമ്മഃ പ്രചയം ഗമിഷ്യതി ഇതി, ധർമ്മം പ്രചയം ഗമിഷ്യതി, പ്രചയമെന്നാൽ വൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പൊ ധർമ്മത്തെ
വൃദ്ധി പ്രാപിപ്പിക്കാൻ, ധർമ്മത്തെ വളർത്താൻ ഭഗവാൻ മാതൃകാ പുരുഷനായ അർജുനനെ തെരഞ്ഞെടുത്തു എന്നർത്ഥം. പാണ്ഡവന്മാരിൽ 5 പേരിലും ഏറ്റവും ഉത്തമനാണ് അർജുനൻ. അപ്പൊ ബാക്കി യുധിഷ്ഠിരനെയോ ഭീമനെയോ നകുല സഹദേവന്മാരെയോ കാളും വീരനും പ്രശസ്തനും. ഇപ്പോ അർജുനനേക്കാൾ ചില ഗുണങ്ങൾ യുധിഷ്ഠിരന് കൂടുതലുണ്ടാവാം, നകുല സഹദേവന്മാർക്ക് കൂടുതലുണ്ടാവാം. പക്ഷെ പോപ്പുലാരിറ്റി ഇല്ല, അർജുനന്റെ അത്ര പ്രശസ്തി ഇല്ല. അർജുനൻ 3 ലോകങ്ങളിലും പ്രശസ്തി നേടിയ ആളാണ്. ദേവലോകത്ത് പോലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, ദേവന്മാർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് അർജുനൻ. ഭൂമിയിൽ ധനഞ്ജയൻ എന്ന പേരെടുത്ത ആളാണ്. മറ്റ് ഭീമനും ഇല്ല, നകുലനും സഹദേവനും അതുപോലെയുള്ള പേരൊന്നുമില്ല. അപ്പൊ ഏറ്റവും അധികം അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ആളും ഏറ്റവും അധികം പോപ്പുലർ ആയിരിക്കുന്ന ആളുമാണ് അർജുനൻ. അങ്ങനെയുള്ള അർജുനനെ ഈ ധർമ്മം അനുഷ്ഠിപ്പിച്ചാൽ, ഈ വൈദിക ധർമ്മം പറഞ്ഞുകൊടുത്ത് അർജുനനെ മുമ്പേ നടത്തിയാൽ പിമ്പേ നടക്കാൻ അനേകം ഗോക്കളുണ്ടാവും. മുമ്പേ ഗമിച്ചിടിന ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകളെല്ലാം ഇതുപോലെയുള്ള ശ്രേഷ്ഠ പുരുഷന്മാരെ പിന്തുടരും. അതിനുവേണ്ടിയാണ് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിയത്. അതാണ് അവിടെ പറഞ്ഞത്, ധർമ്മഃ പ്രജയം ഗമിഷ്യതീതി തം ധർമ്മം ഭഗവതാ യഥോപദിഷ്ടം വേദവ്യാസഃ സർവജ്ഞോ ഭഗവാൻ ഗീതാഖ്യൈഃ സപ്തഭിഃ ശ്ലോകശതൈഃ ഉപനിബബന്ധ. തം ധർമ്മം, ആ വൈദിക ധർമ്മം, വേദോക്തമായ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾ, ഭഗവതാ യഥാ ഉപദിഷ്ടം, ഭഗവാനാൽ എപ്രകാരം ഉപദേശിക്കപ്പെട്ടുവോ തഥാ അപ്രകാരം തന്നെ വേദവ്യാസഃ സർവജ്ഞഃ ഭഗവാൻ, എല്ലാ ഭഗങ്ങളും തികഞ്ഞ ത്രികാലജ്ഞാനിയായ വേദവ്യാസൻ എന്ന സർവജ്ഞൻ മഹർഷി ഗീതാഖ്യൈഃ സപ്തഭിഃ ശ്ലോകശതൈഃ ഉപനിബബന്ധ, ഗീത എന്ന പേരോടുകൂടിയ സപ്തഭിഃ ശ്ലോകശതൈഃ 700 ശ്ലോകങ്ങളാൽ, അപ്പൊ 700 ശ്ലോകങ്ങളാൽ ഉപനിബബന്ധ, ഉപബന്ധനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഗ്രന്ഥരൂപത്തിലാക്കി, ശ്ലോകരൂപത്തിൽ എഴുതി ഗ്രന്ഥരൂപത്തിലാക്കി. ഭഗവാൻ ശ്ലോകരൂപത്തിലായിരിക്കില്ല, ഭഗവാൻ ഗദ്യരൂപത്തിൽ പറഞ്ഞതായിരിക്കാം. അത് വ്യാസനാണ് ലോകത്തിന് ശ്ലോകരൂപത്തിലേക്ക് ആക്കി ഉപനിബന്ധനം ചെയ്തത്. തം ധർമ്മം ഭഗവതാ യഥോപദിഷ്ടം വേദവ്യാസഃ സർവജ്ഞോ ഭഗവാൻ ഗീതാഖ്യൈഃ സപ്തഭിഃ ശ്ലോകശതൈഃ ഉപനിബബന്ധ. തദിദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം തദർത്ഥ ആവിഷ്കരണായ അനേകൈഃ വിവൃത പദപദാർത്ഥ വാക്യാർത്ഥ ന്യായമപി അത്യന്ത വിരുദ്ധ അനേക അർത്ഥത്വേന ലൗകികൈഃ ഗൃഹ്യമാണം ഉപലഭ്യ അഹം വിവേകതഃ അർത്ഥനിർധാരണാർത്ഥം സംക്ഷേപതഃ വിവരണം കരിഷ്യാമി. ഇവിടെ ആദിശങ്കര ഭഗവത്പാദര് എന്തുകൊണ്ട് താൻ ഇങ്ങനെ ഒരു ഭാഷ്യം രചിക്കുന്നു എന്ന് പറയണം. തദിദം ഗീതാശാസ്ത്രം, ആ ഭഗവാൻ അർജുനന് ഉപദേശിക്കുകയും വ്യാസൻ എഴുതി വെക്കുകയും ചെയ്ത ആ ഗീതാശാസ്ത്രത്തെ, അതെന്താണ്? സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. ഭഗവത്ഗീത സമസ്ത വേദങ്ങളുടെയും എല്ലാ അറിവിന്റെ സാരമാണ്, അതിന്റെ സംഗ്രഹമാണ്. 4 വേദങ്ങളിലൂടെ അനേക ഋഷീശ്വരന്മാരുടെ ദർശനങ്ങൾ അനേകായിരം മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് ആറ്റിക്കുറുക്കി 700 ശ്ലോകങ്ങളാക്കി ഈ ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്നു. അപ്പൊ അതാണ് സാരസംഗ്രഹഭൂതം, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയ അർത്ഥം. അതിന്റെ അർത്ഥം ദുർവിജ്ഞേയം, ഇത്തിരി കഷ്ടമാണ് മനസ്സിലാക്കാൻ. എങ്ങനെ?
സ്വയമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ അയാൾക്ക് കഷ്ടമാണ് മനസ്സിലാക്കാൻ, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഉണ്ടായിട്ടുണ്ടേ. ആരുടെ മുമ്പില്? ശങ്കരാചാര്യരുടെ മുമ്പിലും അനേകർക്ക് ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതിവിടെ പറയണു. ദുർവിജ്ഞേയാർത്ഥം, കുറച്ച് കഷ്ടമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ. തദർത്ഥ ആവിഷ്കരണായ, അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് അനേകൈഹി, ഒരുപാട് ആളുകളാൽ, അനേകരാൽ വിവൃത പദപദാർത്ഥ വാക്യാർത്ഥ ന്യായം അപി, വിസ്തരിക്കപ്പെട്ടതായിട്ടുള്ള പദപദാർത്ഥ വാക്യാർത്ഥ ന്യായങ്ങളോടുകൂടെ അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വേന, എന്നാൽ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന അനേകാർത്ഥങ്ങളോടുകൂടെ ലൗകികൈഹി ഗൃഹ്യമാണ് ഉപലഭ്യ, ഈ ലോകരായിട്ടുള്ള ആളുകളെ കൊണ്ട് സ്വീകരിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. ആർക്ക്? ആദിശങ്കര ഭഗവത്പാദർക്ക്. കാരണം ഇത്രയും നല്ലൊരു ഗീതയെ ആളുകൾ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി എന്നർത്ഥം. ഉപലഭ്യ അഹം, ഞാൻ, വിവേകത, അതിനെ യഥാർത്ഥത്തിൽ വിവേചിച്ച് അതിന്റെ ന്യായാന്യായങ്ങൾ പറഞ്ഞ് എല്ലാ കൺഫ്യൂഷനും തീർക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, യുക്തി ഉപയോഗിച്ചുകൊണ്ട് അർത്ഥനിർധാരണാർത്ഥം, അതിന്റെ അർത്ഥത്തെ യഥാരീതിയിൽ നിർദ്ധാരണം ചെയ്യാന്ന് പറഞ്ഞാൽ എടുത്ത് പൊക്കിക്കാണിക്കാൻ, ഹൈലൈറ്റ് ചെയ്യാൻ, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിക്കൊണ്ട് സംക്ഷേപത വിവരണം കരിഷ്യാമി, ഞാൻ ഏറ്റവും ചുരുക്കി, കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പരമാവധി ചുരുക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. വിവരണം കരിഷ്യാമി എന്ന് ആചാര്യ ഭഗവത്പാദര് പ്രതിജ്ഞ ചെയ്യാണ്. തസ്യ അസ്യ ഗീതാശാസ്ത്രസ്യ സംക്ഷേപതഃ പ്രയോജനം പരം നിശ്രേയസം സഹേതുകസ്യ സംസാരസ്യ അത്യന്തൗപരമലക്ഷണം തത് ച സർവകർമ്മ സന്യാസ പൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി. അപ്പൊ ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ, അല്ലെ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രവേശിച്ചാൽ മതി. ഏത് കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ. അപ്പൊ ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ, ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ചോദിക്കണം. അപ്പൊ ഈ ഭഗവത്ഗീത പഠിച്ചാൽ എന്താണ് പരമമായിട്ടുള്ള പ്രയോജനം? അതാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നത്. ആരാണിത് പഠിക്കാൻ അധികാരി? എന്താണ് ഇതിലെ വിഷയം? ഇതിലെ വിഷയവും അതിന്റെ പ്രയോജനവും തമ്മിൽ സംബന്ധമുണ്ടോ? ഇങ്ങനെ 4 കാര്യങ്ങളുണ്ട് ഒരു ശാസ്ത്രം പഠിക്കാൻ. അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും ഇതിന്. അനുബന്ധ ചതുഷ്ടയം, 4 കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ. എന്താണ് പ്രയോജനം? ആരാണിത് പഠിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ, അധികാരിയായിട്ടുള്ള ഒരാള്? എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ട യോഗ്യതകൾ? എന്ത് യോഗ്യത ഉണ്ടെങ്കിലേ ഇത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ? അയാൾക്ക് പ്രയോജനം ആഗ്രഹമുണ്ടോ? പ്രയോജനമില്ലാത്ത ഒരാൾ അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പൊ അധികാരി നിർണയം വേണം, അതിന്റെ ലക്ഷ്യനിർണയം അഥവാ പ്രയോജന നിർണയം വേണം, പിന്നെ ഇതിലെ വിഷയ നിർണയം വേണം. എന്താണ് ഇതിലെ വിഷയം? ഈ വിഷയവും ലക്ഷ്യവും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച പ്രയോജനം ഈ വിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുമോ? ആ സംബന്ധം. ഇങ്ങനെ 4 കാര്യങ്ങൾ അറിയണം. അനുബന്ധ ചതുഷ്ടയം. അല്ലാതെ ഇന്നത്തെ സിനിമാ പേരുകൾ പോലെ പറ്റിക്കൽ ആവരുത്, അല്ലേ? നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും അങ്ങനെ പറ്റിക്കുന്ന ശാസ്ത്രങ്ങളല്ല. പണ്ട് ലങ്കാദഹനം എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ പേരിട്ടു. ലങ്കാദഹനം എന്നായിരുന്നു സിനിമയുടെ പേര്. വളരെ പോപ്പുലറായ സിനിമ. പാവം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ രാമായണ കഥ കാണാൻ, ഹനുമാൻ സ്വാമിയുടെ ലങ്കാദഹന കഥ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയി കാശും ചെലവാക്കി വെയിലും കൊണ്ട് ക്യൂ നിന്ന് തിയേറ്ററിൽ കയറി. എന്നിട്ട് കണ്ടുവോ? ലങ്കാദഹനം കണ്ടുവോ? നിങ്ങൾക്കറിയാം എന്താ കണ്ടെന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്.
അല്ലേ? അപ്പൊ പറ്റിച്ചു. ലങ്കാദഹനം എന്ന് പേരിട്ടിട്ട് ഏതോ മരം ചുറ്റി പ്രേമകഥ കാണിച്ചോടെ. പ്രേം നസീറും വേറെ ആരോ കൂടിയിട്ടുള്ള ഏതോ കഥയായിരുന്നു അത്. ഞാൻ അറിയില്ല, കണ്ടിട്ടില്ല. പാവം മുത്തശ്ശിമാര് ലങ്കാദഹനത്തിന് പോയതാണ്. രാമ 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 എന്ന് ജപിച്ച് പോയിട്ട് അവസാനം വഷളായി തിരിച്ചു വന്നു. അതുപോലെ ആവരുത്. ഇന്നത്തെ പല ഇപ്പൊ രണ്ടാമൂഴം എന്നുള്ള സിനിമയെ എന്നുള്ള നോവലിനെ മഹാഭാരതം എന്ന പേരിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമമുണ്ടായിരുന്നു. അതിനെ എതിർത്തു ഒരുപാട് ബുദ്ധിമാന്മാർ, വിവേകികളായിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകളൊക്കെ എതിർത്തു. അതുകൊണ്ട് പേര് മാറ്റിയിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല. ആ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന ഒരു നോവൽ, അത് അയാളുടെ മാത്രം സൃഷ്ടിയാണ്. അത് മഹാഭാരതമല്ല. മഹാഭാരതവുമായിട്ട് അതിന് ഒരു സാമ്യവുമില്ല. അദ്ദേഹത്തിന്റെ കപോല കൽപ്പിതമായ പൈങ്കിളി കഥ, അദ്ദേഹത്തിന്റെ ഭാവനയെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അത് മഹാഭാരതം എന്ന് പറയാൻ പാടുള്ളതല്ല. അപ്പൊ രണ്ടാമൂഴം എന്നുള്ള പേരിൽ സിനിമ ഇറക്കിക്കോട്ടെ, മഹാഭാരതം എന്നുള്ള പേരിൽ ഇറക്കാൻ പാടുള്ളതല്ല. അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ഇതാണ് മഹാഭാരതം എന്നുള്ള, അല്ലെങ്കിൽ തന്നെ മൂഢന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല, എല്ലാം അറിയുന്നുള്ള ഭാവം ഉണ്ട് താനും. അവരെ വീണ്ടും വീണ്ടും മൂഢന്മാരാക്കാൻ സഹായിക്കും. പറഞ്ഞു വന്നത് വിഷയം എന്താണെന്ന് അറിയണം, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയണം, ആർക്ക് എന്നും കൂടി ചിന്തിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ. അപ്പൊ ഇവിടെ പറയണ് തസ്യ അസ്യ ഗീതാശാസ്ത്രസ്യ സംക്ഷേപതഃ പ്രയോജനം. ആ ഗീതാശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ടുള്ള, ചുരുക്കി പറഞ്ഞാലുള്ള പ്രയോജനം, ഏറ്റവും പരമമായിട്ടുള്ള പ്രയോജനം, പരം നിശ്രേയസം, പരം നിശ്രേയസം, പരമമായിട്ടുള്ള ശ്രേയസ്സാണ് അതിന്റെ ലക്ഷ്യം, അതിന്റെ പ്രയോജനം. പരമമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. എന്താണ് ഈ നിശ്രേയസ് എന്ന് പറയണ്? സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. എന്താണ് നിശ്രേയസം? സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. സംസാര ദുഃഖങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഉപരതി, ശാന്തി, അവസാനം, സംസാര ദുരിതങ്ങളുടെ ശമം. അതെങ്ങനെ? സഹേതുകസ്യ എന്ന് പറഞ്ഞു. സഹേതുകസ്യ എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ കാരണത്തോടുകൂടെ, അതിന്റെ ബീജത്തോടുകൂടി നശിക്കുന്നു. സംസാരത്തിന്റെ ഉന്മൂലനാശനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസാരത്തിന്റെ കാരണം എന്താണ്? അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നാണ് സംസാരം വളരുന്നത്. അപ്പൊ സംസാരത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അപ്പൊ അജ്ഞാന സഹിതമായിട്ടുള്ള സാംസാരിക ദുഃഖ പരമ്പരകളുടെ മുഴുവൻ ഉപരതിയാണ് ഈ ഗീതാശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ടുള്ള പ്രയോജനം. ദുഃഖ നിവൃത്തി. അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവത്ഗീത ആരംഭിക്കുന്നത് അശോച്യാൻ അന്വശോചസ്ത്വം എന്ന് പറഞ്ഞിട്ടാണ്. അവസാനിക്കുന്നത്, ഭഗവാൻ അവസാനിപ്പിക്കുന്നത് മാ ശുച എന്ന് പറഞ്ഞിട്ടാണ്. ദുഃഖിക്കേണ്ട എന്നാണ് പറയുന്നത്. ദുഃഖിക്കേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. അപ്പൊ ദുഃഖ കാരണത്തെ ഉന്മൂലനം ചെയ്യുന്ന അറിവാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് ലഭിക്കുക. സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം നിശ്രേയസം. തത് ച, ആ നിശ്രേയസമാകട്ടെ, സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി. സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠാരൂപത്തിലുള്ള ധർമാനുഷ്ഠാനത്തിലാണ് ആ നിശ്രേയസം ഭവിക്കുക. അപ്പൊ നിശ്രേയസം വേണോ? ആത്മജ്ഞാന നിഷ്ഠ സംഭവിക്കണം. ആത്മജ്ഞാന നിഷ്ഠ തന്നെയാണ് മോക്ഷം. ആത്മാവ് എന്താണ്, തന്റെ സ്വരൂപം എന്താണ് എന്നുള്ള അറിവിൽ
ഇളകാത്ത ഇരിപ്പാണ് ആത്മജ്ഞാന നിഷ്ഠ. അതിനെ തന്നെയാണ് ഗീതയിലെ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞതയിൽ ഉറച്ചിരിക്കലാണ് നിശ്രേയസം, മോക്ഷം. അപ്പൊ ആ സ്ഥിതപ്രജ്ഞനാവാനുള്ള വഴി ഗീത വിശദമായി പറഞ്ഞു തരുന്നു. ആ ധർമ്മമാണ് ഗീതാധർമ്മം. ആത്മജ്ഞാന നിഷ്ഠയെ സാധിച്ചു തരുന്നതായിട്ടുള്ള ആചരണമാണ് ഗീതയിലെ ധർമാചരണം. അത് പ്രവൃത്തിയായാലും നിവൃത്തിയായാലും. അത് ബാഹ്യമായിട്ട് ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആന്തരികമായി നിവർത്തിച്ചാൽ, ഉള്ളുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നിസ്സംഗരായിരുന്നാൽ അത് ആത്മജ്ഞാന നിഷ്ഠ നൽകും. എങ്കിലും പരമാവധി നമ്മൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഒഴിവാക്കി സന്യാസഭാവത്തെ, ത്യാഗഭാവത്തെ ഉൾക്കൊള്ളുക. അതാണ് അവിടുത്തെ സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി. അതാണ് ഗീതയുടെ ലക്ഷ്യം എന്ന്, ഗീതയുടെ പ്രയോജനം എന്ന് ഉറപ്പിച്ച് പറയാൻ ഇനി വേറെ ചില കോട്ട്സ് മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഭാഷ്യകാരൻ ചെയ്യുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്താണ് ഗീതയുടെ പ്രയോജനം? പരമമായിട്ടുള്ള ശ്രേയസ്, ആത്മജ്ഞാന നിഷ്ഠാപൂർവകമായിട്ടുള്ള മോക്ഷം. അത് തന്നെയാണ് ഭഗവത്ഗീത മുഖ്യമായിട്ട് വരുന്നത്. അതാണ് ബ്രഹ്മവിദ്യ എന്ന് ഗീതയ്ക്ക് പേര്. ബ്രഹ്മവിദ്യയാണ് ഗീത. ആ ബ്രഹ്മവിദ്യ നമുക്ക് ഉറപ്പിച്ചു തരാൻ യോഗശാസ്ത്രവും ഗീതയിൽ നന്നായി പറഞ്ഞു തന്നിരിക്കുന്നു. യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എന്തിന്? ഈ ബ്രഹ്മവിദ്യ ഉറയ്ക്കാൻ, ഈ ആത്മജ്ഞാനം ഉറയ്ക്കാൻ, അതിന് അനുകൂലമായിട്ടുള്ള ജീവിത പദ്ധതിയെ സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ പ്രവൃത്തി ധർമ്മത്തെ നിവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാവണം. അതിലേക്കാണ് വ്യാഖ്യാനിച്ചു വരുന്നത് ഗീത. നോക്കാം, നമുക്ക് നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ 2 ക്ലാസ്സുകളാണ്, രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്കുള്ള ക്ലാസ് നാരായണീയം ഉണ്ടാവുന്നതല്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. ത്രിപുരസുന്ദരി മാനസപൂജ 8 മണിക്ക്, 4:30 മണിക്ക് ഗീത. ഹരി ഓം. ഹരി ഓം.